ബിസിനസ്സിൽ വിജയം ലഭിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരാണ് പ്രിയപ്പെട്ടവരെ? പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളാണ്. അതിൽ ഒട്ടുമിക്ക വിഷമവും വരാറ് ഉസ്താദേ, എന്റെ ബിസിനസ് ഒന്ന് പച്ചപിടിക്കാൻ എന്താണ് ഓടേണ്ടത്? എന്താണ് ഉസ്താദ് എന്റെ ബിസിനസ്സിൽ എനിക്ക് നല്ല കച്ചവടം ലഭിക്കണം, എന്റെ ബിസിനസ് വിജയിക്കണം, അതുകൊണ്ട് എന്റെ ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പഠിപ്പിക്കാൻ പോകുന്ന ഒരു അമല് ഇൻഷാ അള്ളാഹ്, ഈ ഒരു ഈ പറയാൻ പോകുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധ്യമായി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഉറപ്പായിട്ടും വൻ വിജയമായി തീരും. പ്രിയപ്പെട്ടവരെ, ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പഠിപ്പിച്ചു തരികയാണ്. സ്വാലിഹീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഈ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഈ ഇസ്മിനെ ഈ ചെയ്യേണ്ട വിധത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ വൻ ലാഭവും വൻ വിജയവും നമുക്കുണ്ടാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ ഇസ്മ, എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാവർക്കുമുള്ള ആഗ്രഹമാണ് നമ്മുടെ കച്ചവടത്തിൽ നല്ല മികവ് വേണം, ലാഭം വേണം, വിജയം വേണം എന്നുള്ളത്. പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട്. അതിൽ ഹലാലായ ബിസിനസ് നടത്തുന്നവർക്കാണ് ഈ പറയാൻ പോകുന്ന കാര്യം ഉപകരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. പലതരത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? കച്ചവടം, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചില ആളുകൾ വർഷങ്ങളായിട്ട് ബിസിനസ്സുകൾ കൊണ്ടുവന്നിട്ട് അത് പിന്നീട് പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാകാറുണ്ട്. അങ്ങനെ ആളുകൾ പലതരത്തിലാണ് ഇപ്പോഴുള്ള കച്ചവടക്കാരുള്ളത്. ചിലരൊക്കെയും വളരെ പൊറുതിമുട്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. കച്ചവടമാണല്ലോ, നഷ്ടവും ലാഭവും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കച്ചവടം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ലാഭം വേണം. ഈ ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഉറപ്പായും നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. ബിസിനസ്സിൽ ലാഭം ലഭിക്കാൻ ഇൻഷാ അള്ളാഹ് ഈ പറയാൻ പോകുന്ന രൂപത്തിൽ ചെയ്യാം. ഏതാണ് ആ ഇസ്മ? അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ഹഫീളു എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മ. ഈ ഇസ്മ എല്ലാ ദിവസവും 99 പ്രാവശ്യം ജീവിതത്തിൽ പതിവാക്കുക. അതുമാത്രമല്ല, മറ്റൊരു കാര്യം ചെയ്യാനുള്ളത്, ഈ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്മ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എത്ര പ്രാവശ്യം എഴുതണം? 99 പ്രാവശ്യം എഴുതണം. ഇത്രയും പ്രാവശ്യം എഴുതി അത് ഒന്നുകിൽ ലാമിനേഷൻ ചെയ്തോ മറ്റോ, അല്ലെങ്കിൽ മടക്കി വൃത്തിയായി സൂക്ഷിച്ച് എന്ത് ചെയ്യുക? നമ്മുടെ വീട്ടിലോ, ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ച് ആ ബിസിനസ് നടത്തുന്ന കടയിൽ, സ്ഥാപനത്തിൽ, എവിടെയെങ്കിലും ആദരിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത്, അതായത് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന സ്ഥലത്ത്, അഴുക്ക് പറ്റാതെ, ചെളി പുരളാതെ, അതുപോലെ തന്നെ നശിച്ചു പോകാതെ, അല്ലെങ്കിൽ നെജസിലേക്ക് വീഴാതെ, ആ ഒരു രൂപത്തിൽ വളരെ ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് അത് സൂക്ഷിക്കുക. അതുപോലെ നമ്മുടെ ശരീരത്തിലും അത് സൂക്ഷിക്കാൻ കഴിയും. പേഴ്സിലായിട്ടും മറ്റും പോക്കറ്റുകളിൽ വെച്ചും അതുപോലെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ബിസിനസ് വൻ വിജയമായി തീരുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പോ നമ്മുടെ ബിസിനസ് വൻ വിജയമാകാൻ ചെയ്യേണ്ടുന്ന ഇസ്മ യാ ഹഫീൾ എന്ന് പറയുന്ന ഇസ്മാണ്. അത് ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ബിസിനസ്സിൽ വിജയം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഇസ്മ കൊണ്ടുള്ള മറ്റൊരു നേട്ടം എന്താണ് പ്രിയപ്പെട്ടവരെ? സംരക്ഷണ കവചം അള്ളാഹു തരും. ഒരപകടത്തിലും പെടുത്താതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ സംരക്ഷണം, ഒരാപത്തിലും ഒരു മുസീബത്തിലും പെടുത്താത്ത ഒരു സംരക്ഷണം നമുക്ക് നൽകും എന്നുള്ളതാണ്. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.